എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന ഒക്ടോബർ 26-ന് അംബാകടാക്ഷം താന്ത്രിക കർമ്മപീഠത്തിൻ്റെ നേതൃത്വത്തിൽ നവഗ്രഹ സർപ്പശാന്തി ഹോമം നടത്തുന്നു. നവഗ്രഹ ദോഷങ്ങൾക്കും സർപ്പദോഷങ്ങൾക്കും പ്രഗത്ഭ പണ്ഡിതന്മാർ നിഷ്കർഷിക്കുന്ന ഏറ്റവും അതിശക്തമായ ഒരു പ്രാർത്ഥനാ പദ്ധതിയാണിത്. നവഗ്രഹങ്ങളെയും നവനാഗങ്ങളെയും സപരിവാര സമേതം ആവാഹിച്ച് പൂജിക്കുന്ന പ്രത്യേകതയാണ് ഈ ചടങ്ങിനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉത്തരം കിട്ടാത്ത ചില പ്രശ്നങ്ങൾ വന്നു ചേരാറുണ്ട്. സാമ്പത്തികമായ തടസ്സം, ദാമ്പത്യ ജീവിതത്തിലുള്ള അഭിപ്രായ വ്യത്യാസം, കഷ്ടതകൾ, രോഗാദി ദുരിതങ്ങൾ, സന്താനങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സന്താന ഭാഗ്യമില്ലായ്മ, ഇതെല്ലാം പ്രപഞ്ചത്തിലെ ഓരോ ശക്തികളുടെയും സ്വാധീനമാണ്. നമ്മുടെ ജാതകത്തിൽ ഗ്രഹസ്ഥിതികളെല്ലാം നല്ല സ്ഥാനത്താണെങ്കിൽ നന്മയും, ചില സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ ദോഷവും ഭവിക്കാറുണ്ട്. കണ്ടകശനിയുടെയും ഏഴാണ്ടര ശനിയുടെയും ദോഷം അനുഭവിക്കാത്ത ഒരു മനുഷ്യരും ഈ ഭൂലോകത്തുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ സർപ്പസംബന്ധമായ ദോഷങ്ങൾ കൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം ദോഷങ്ങൾക്കും ദുരിതങ്ങൾക്കും ഉള്ള പരിഹാരമായിട്ടാണ് ഈ നവഗ്രഹ സർപ്പശാന്തി ഹോമം നടത്തി വരുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ സ്ഥലങ്ങളിലാണ് ഇത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തർക്കും അവിടങ്ങളിലേക്ക് എത്തിച്ചേരുവാനോ, ഒരുപക്ഷെ ഈ ഹോമത്തിൻ്റെ പ്രത്യേകത ആദ്യമായി കേൾക്കുന്നവരും ഇതിലുണ്ടാവാം. വളരെയധികം ശക്തിമത്തായതും ഫലസിദ്ധിയുള്ളതുമായ ഈ പൂജയിൽ നിങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കുവാനും ആചാര്യന്മാർ പറയുന്നതനുസരിച്ച് മഹാസങ്കല്പത്തോടുകൂടി ഹോമദ്രവ്യങ്ങൾ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ നാഗദേവതകൾക്കും സമർപ്പിക്കുവാനും ഈ പൂജയിൽ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നു. ഒക്ടോബർ 26 രാവിലെ 6 മണി മുതൽ 11 മണി വരെ നടക്കുന്ന ഈ പൂജയിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള എല്ലാ ഭക്തരും വിശ്വാസികളും മുൻകൂട്ടി അറിയിക്കുക. ഈ ഒരു പുണ്യ നിമിഷത്തെ പ്രയോജനപ്പെടുത്തുക. ജീവിതത്തിൽ ഉയർച്ചയും നേട്ടങ്ങളും കൈവരിക്കുക. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ഒരു പൂജയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സകല ലോകാനി അംബാകടാക്ഷം ഭവ.